റീഡിംഗ് എന്ന് പറയുന്നത്, ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് എഴുത്തിനെ സഹായിക്കുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ബഷീർ എന്ത് ബുക്ക് വായിച്ചിട്ടാണ്? ജീവിതം വായിച്ച മനുഷ്യരാണ് അവരൊക്കെ. ജീവിതവും മനുഷ്യനെയും വായിച്ചിട്ടുള്ളവരാണ്, ആത്മാവിനെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ബുക്കൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഒരാളിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റൽ സാധനം പറയാൻ പറ്റില്ല. ഏത് ബുക്ക് വായിക്കണം, വായന കുറവാണ്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അനുഭവങ്ങളില്ല. ഓരോ കാലത്തിനും അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. പഴയ സിനിമയാണ് കൊള്ളാം, പഴയ സിനിമ മാത്രമേ കൊള്ളാവൂ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി നാരോ മൈൻഡഡ് ഒബ്സർവേഷനാണ്. അങ്ങനെയല്ല, ഓരോ കാലത്തിനും അതിൻ്റെതായ കഥകളുണ്ട്. നമുക്ക് അതിനകത്ത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഇത് പുതിയ ആൾക്കാർ ഇപ്പോൾ എൻ്റെ മക്കൾ അവരിപ്പോൾ ഗെയിംസിൻ്റെയും ഒക്കെ വേൾഡിലാണ്. അഗെയിൻ ഞാൻ സിനിമയുടെ ചലഞ്ചസിനെ കുറിച്ച് പറയാം. അപ്പോൾ അവരുടെ ഇതെന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് തന്നെ വേറൊരു ഇറ്റ് ഹാസ് ടേക്കൺ എ ഡിഫറെൻറ്റ് റൂട്ട്. നമ്മൾ പഴയ സിനിമയായിരുന്നു നല്ലത്, പഴയ അനശ്വരനായ ഡാഷ് അവരൊക്കെ ആയിരുന്നു കറക്റ്റ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു വിവരവുമില്ല. ഇതൊക്കെ പറയുന്നത് ഭയങ്കര, അതായത് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ ഡൈയിങ് റാപ്പിഡ്ലി. എനിക്കതിനെക്കുറിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് ഡിസിപ്ലിൻ ആവശ്യമുള്ളൊരു ഏരിയയാണ്. അതായത് നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഓട്ടോയുടെ മീറ്റർ ഓൺ ചെയ്യുന്ന പോലെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ആ മിനിറ്റ് തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഫിനാൻഷ്യൽ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഈ എക്സാക്ട് കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് വാസ്തവത്തിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അവരും തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മാത്രമേ അറിയൂ. ബാനിങ് അങ്ങനെയുള്ള സാധനങ്ങൾ അത് സംഘടനകളുടെ ഇതാണ്. ബട്ട് നമ്മുടെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്, എൻ്റെ സിനിമയിൽ അയാൾ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു ബാൻ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് ഇഷ്യൂ അല്ല. ഇഫ് ഐ വോണ്ട് ദാറ്റ് ആർട്ടിസ്റ്റ് ടു പ്ലേ എ സർട്ടൻ ക്യാരക്ടർ ഇൻ മൈ ഫിലിം, ഐ വിൽ ആസ്ക് ഹിം ടു ഡു ദാറ്റ് ക്യാരക്ടർ. ഐ വിൽ ആസ്ക് ഹിം ടു ഡു ദാറ്റ് ക്യാരക്ടർ. ബട്ട് ഡിസിപ്ലിൻ വേണം എന്നുള്ളതാണ് അവർ കൊണ്ടുവരേണ്ടത്. ദേ ഷുഡ് ബ്രിങ് ഡിസിപ്ലിൻ ടു ദ ടേബിൾ. ഇല്ല അങ്ങനെ ജനറലൈസ് ചെയ്യാനൊന്നും പറ്റുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ അഗെയിൻ എല്ലാം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി റോങ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, നന്നായിട്ട് കരിയർ നോക്കുന്നവരുണ്ട്, നല്ല കൃത്യസമയത്ത് വന്ന് എല്ലാം ചെയ്യുന്നവരുണ്ട്. എല്ലാ കാലത്തും ഈ ഡിസിപ്ലിനും ഉണ്ട്, ഇൻഡിസിപ്ലിനും ഉണ്ട്. അത് ഒരു ജനറേഷൻ അങ്ങനെ ഇത് വഹിക്കാൻ പറ്റില്ല. നമ്മൾ പണ്ട് മുതലിപ്പോൾ പാട്ടുകാരുടെ കാര്യത്തിൽ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൈഗാള് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു സൈഗാള് അതിന് മുമ്പ് റെക്കോർഡഡ് മ്യൂസിക്കിന് മുമ്പുള്ള സമയത്തുള്ള മാസ്റ്റേഴ്സാണ് ശരിക്കും നല്ല സിംഗേഴ്സ്, സൈഗാളൊന്നും അത്ര നല്ല സിംഗർ അല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് റഫി വന്നപ്പോൾ പറഞ്ഞു സൈഗാളായിരുന്നു നല്ല സിംഗർ, മുഹമ്മദ് റഫി അത്ര നല്ല സിംഗർ അല്ല, സൈഗാളിൻ്റെ അത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ കിഷോർ കുമാർ വന്നു, കിഷോർ കുമാർ കൊള്ളാം, മുഹമ്മദ് റഫി അത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ കുമാർ സാൻ വന്നപ്പോൾ മുഹമ്മദ് റഫിയും കിഷോർ കുമാറും ആയിരുന്നു നല്ലത്. ഇതൊരു ടെൻഡൻസിയാണ് ത്രൂ ഔട്ട് ഹിസ്റ്ററി ടു എന്താ പറയണ്ടേ, പുതിയ ജനറേഷന് അവർ വർത്തിയല്ല എന്ന് പറയുന്നത്. അതെ ഓണം എന്തിനിപ്പോഴെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം പിന്നെന്താ ഇപ്പം എന്തിനു ഓണമെന്ന് അവരും, ഓണം എന്തിനിപ്പോ എന്ന് വരും. എല്ലാ ഇൻഡസ്ട്രീസിലും ഡ്രഗ്, നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലൂസിഫറിൽ അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു അല്ല അതിനൊരു പറയുന്നുള്ളൂ, ഡ്രഗ് ഫണ്ടിങ് വന്നാൽ ഡ്രഗ്സ് ഇപ്പം ഈസിലി അവൈലബിൾ ആണ് എല്ലാ സ്ഥലങ്ങളിലും. എല്ലാ ഇൻഡസ്ട്രീസിലും ഉള്ളവരും അത് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രി അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ജലസി ഗെറ്റിംഗ് ഡ്രസ്ഡ് അപ്പ് ആസ് മോറൽ ഔട്ട്റേജ് എന്ന് പറയുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലുണ്ട് എന്നൊരു പറഞ്ഞ് പരത്തുന്നൊരു ഇതുണ്ട്. അതൊക്കെ ഭയങ്കര റോങ് ആണ്. എത്രയോ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്ക്മെൻ, എത്രയോ നല്ല ആർട്ടിസ്റ്റുകൾ, എത്രയോ നല്ല ക്രാഫ്റ്റ്സ്മെൻ, എത്രയോ പേരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നും ഉപയോഗിക്കാത്തവർ. ഇപ്പോൾ മീഡിയയിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? മീഡിയയിൽ എത്ര പേരാണ് യൂസ് ചെയ്യുന്നത്, എത്ര പേരാണ് യൂസ് ചെയ്യാത്തത്? അപ്പം ഒരു കാർപ്പറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക മീഡിയ മുഴുവൻ ഡ്രഗ് ഇൻവേഷൻ ആണെന്ന് പറയുന്നത് ഭയങ്കര തെറ്റല്ലേ? അതുപോലെയാണ് സിനിമയെക്കുറിച്ച്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. സർക്കാർ ഇപ്പോൾ ഒരു ഫിലിം പോളിസി രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി കൊണ്ടുവരികയും മറ്റുമൊക്കെ ചെയ്തു. പക്ഷെ അതേസമയം തന്നെ 2 കമ്മിറ്റി റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ കയ്യിൽ എന്താ കേട്ടില്ലോ?
സർക്കാർ ഫിലിം പോളിസി രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ നിന്ന് കുറച്ച് പേര് പിന്മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു വാര്യരും പിന്നെ വേറെ രണ്ടുപേരും കൂടെ പിന്മാറി. അപ്പം ഒരു ചായ കൂടെ കിട്ടോ? അതേസമയം സർക്കാരിന്റെ കയ്യിൽ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടുണ്ട്, ഇതെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫിലിം പോളിസി എന്ന ഒരു ആവശ്യം ഇന്നിപ്പം നിലവിൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടേ ഇല്ല. എന്താണ് അതിൻ്റെ ഡ്രാഫ്റ്റ് കണ്ടാലേ പറയാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഒരു കമ്മിറ്റി. അതെ, ആ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് കണ്ടാലേ ഇത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറയാൻ പറ്റും. ഡ്രാഫ്റ്റ് കാണാതെ എഗെയിൻ നമ്മൾ ഒരുപാട് ഇപ്പോൾ പല പഴയ റെക്കമെൻഡേഷനും തൊടാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അടൂർ കമ്മിറ്റിയുടെ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് പ്യുവർലി എന്താ പറയേണ്ട ഒരു എക്സ്ട്രീം ഗാമ്പിൾ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ശരിക്കും. ഒരു സിനിമ ഇത്രയും പൈസ മുടക്കിയെടുത്ത് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് എഫേർട്സ് വന്നു. അത് എന്താവും എന്ന് അതിനൊരു റൂൾ ബേസ്ഡ് പോളിസി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നൊന്നും എനിക്കറിയാം. അൺലെസ് ഐ സീ ദ ഡ്രാഫ്റ്റ് ഐ വോണ്ട് ബി ഏബിൾ ടു കമന്റ് ഓൺ. അതൊക്കെ ഇപ്പോൾ 2 weeks റണ്ണിങ് ടൈം കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്ന് ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ പോയല്ലോ. അതെ അതെ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അൺലെസ് ഐ സീ ദ ഡ്രാഫ്റ്റ് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റും. നീ അതറിയില്ല എന്താണ് അവർ പറയുന്നതെന്ന് പ്രപ്പോസൽസ് വന്നാലേ റിയാക്ട് ചെയ്യാൻ പറ്റും. അതിനോടൊത്ത് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തില് ഹേമ കമ്മിറ്റി കുറേ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിരുന്നു. താങ്കൾ വായിച്ചിട്ടുണ്ടാകും, റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി പറയുന്നത് സെറ്റിലെ ഒരുപാട് അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു, പ്രത്യേകിച്ചും വിമൻ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഇതുവരെ പുറത്തു വരണമെന്നുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈവൻ WCC ഒക്കെ അത് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഡിമാൻഡ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോഴും അപ്രൂവ് ചെയ്തിട്ടില്ല. താങ്കൾ വായിച്ചിട്ടുണ്ടോന്നില്ല, അതൊരു ഓൺഗോയിങ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിന്റെയൊക്കെ ബാക്ക്ഡ്രോപ്പിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയല്ലേ വേണ്ടത്? ഇനിയും ഒരു പോളിസിയാണോ ആവശ്യം എന്നുള്ളതാണ് അതിന്റെ ഒരു അഗെയിൻ ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയണം. അല്ല, മറ്റ് റിപ്പോർട്ടുകൾ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ബേസിക് ഡീസൻസിയുടെ പാർട്ടായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. അത് സിനിമ മാത്രമല്ല, എല്ലാ മീഡിയ ഉണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മീഡിയയിൽ നന്നായിട്ടുണ്ട് അത്. പിന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് അഗെയിൻ ഈ ഫെയിം ഇല്ലാത്ത അല്ലെങ്കിൽ ഗ്ലാമർ നീ പറഞ്ഞ പോലെ സോക്കോൾ ഗ്ലാമർ അസോസിയേറ്റഡ് അല്ലാത്ത എത്ര പേർക്ക് എത്ര പത്തറ്റിക് കണ്ടീഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് ടോട്ടലി ഒരു ഇൻഡസ്ട്രിയെ ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുന്നതിനുള്ള കുഴപ്പമാണ്. അത് ഒരു അൺഡ്യൂ ആയിട്ടുള്ളൊരു സ്ട്രെസ് സിനിമയ്ക്ക് കൊടുക്കുന്നു. ഇത്രയും ഇമ്പോർട്ടൻസ് എന്താ പറയണ്ട, അതിലൊരു അതെ ആർക്കൈവിങ്ങിലും ഒക്കെ വന്നിരുന്നെങ്കിൽ ആലോചിക്കുക. സിനിമയെടുത്തുള്ള കൺസേൺ നമ്മുടെ ആർക്കൈവ്സ് അഗെയിൻ എന്ത് പൂറാണ് ആർക്കൈവ്സ്. റെസ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടതല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അക്കാഡമി എന്നൊക്കെ പറയും. അപ്പോൾ അത് അവരൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി ഇതിൽ സ്ട്രെസ് കൊടുക്കേണ്ടതെന്നല്ല. വിമൻ സേഫ്റ്റി എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഒരു സെറ്റിലുള്ള ഒരു പ്രൊഫഷണൽ എത്തിക് എന്ന് പറയുന്നതും സിനിമയിൽ അത് അങ്ങനെ കൂടുതലാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അവർ ചെയ്യും. അല്ലാത്തവരുണ്ട്. ഒരു വലിയ ഗ്രൂപ്പിനെ മെലൈൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി മുഴുവൻ പറയുന്നത്. അതെ, കോമഡി ഇഷ്ടമാണ്. ഇല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്തും ലെഫ്റ്റിലും ഒക്കെ ഹ്യൂമറിൻ്റെ പ്രസൻസ് കമ്മന സംഭവം ഒരു അത് സറ്റയർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഹ്യൂമറാണ്. ഉണ്ട് കൊച്ചാറിലുണ്ട്, ഇപ്പോൾ വെടിപാടിലുണ്ട്, പിന്നെ ലുക്കാച്ചുപ്പിയിലുണ്ട്. പക്ഷേ ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയേണ്ട ഒരു ടെല്ലിങ് എ ജോക്ക് എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ സ്ലാപ്പ് സ്റ്റിക്ക് മാത്രമല്ലല്ലോ. അതിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ജോണേഴ്സ് ഉണ്ട്, സബ് ജോണേഴ്സ് ഉണ്ട് ഹ്യൂമറിൽ തന്നെ. അപ്പോൾ അതിലാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. സിൻസ് നമ്മളിപ്പോൾ ലൈഫിന് ഒരു ഡേ എടുത്താലും നമ്മുടെ ഒരു സ്ലൈസ് എടുത്താലും അതിൽ കുറച്ച് സീരിയസ് ആയിട്ടും പിന്നെ കുറച്ച് ഹ്യൂമറസ് ആയിട്ടും പറയുന്നവരാണ് ആൾക്കാർ. ഒരു ജോണർ എന്നുള്ള നിലയിൽ ഫുള്ളി കോമഡിയെ മാത്രം ഞാനൊരു കോമിക്കൽ ഫിലിം ചെയ്യാം എന്ന് പറഞ്ഞൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ.
പക്ഷേ ഹ്യൂമർ ഓൾവേസ് ഹാസ് എ പാർട്ട് ഇൻ മൈ റൈറ്റിങ്സ്. എൻ്റെ അല്ലാത്ത ഷോർട്ട് സ്റ്റോറീസിലും ഒക്കെ കൂടുതലും ഉള്ളത് സറ്റാരിക്കൽ പീസസാണ്. റീസെന്റ് ആയിട്ട് കുറച്ചും കൂടെ റിഫൈൻഡ് ആയി എൻ്റെ ഒരു തോന്നലാണ്. പണ്ട് കുറച്ചും കൂടെ ഒരു സ്റ്റേജ് തിയേറ്ററിക്കൽ, ഇപ്പം കുറച്ചും കൂടെ ഓർഗാനിക്. ലൈക്ക് പണ്ട് അങ്ങനെ എന്തെങ്കിലും സെൽഫ് കോൺഷ്യസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഒരേ ആപ്ലിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രീംലി സെലക്റ്റീവാണ്. എനിക്ക് വെറൈറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ആക്ടിങ്ങിൽ ഒരു ഹൈ കിട്ടാറുള്ളത്. അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് അങ്ങനെ ഒരു ഹൈ ഇല്ല. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാറ്റ് എൻ്റെ ചെല്ലപ്പനല്ല കൊച്ചാളിലെ, ഇപ്പോൾ ദൃശ്യം 2 തോമസ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ക്യാരക്ടർ പോലീസുകാരാണെങ്കിലും, അതേപോലെ കുരുതിയിലെ സത്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് വേറൊരു 3 പോലീസുകാരാണെന്നേ ഉള്ളൂ. 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെറൈറ്റി സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാണ് ഞാൻ നോക്കുക. ഞാൻ ഇംപ്രൂവൈസ് ചെയ്യും. ഡയറക്ടേഴ്സായിട്ട് കോൺസ്റ്റൻ്റ്ലി സംസാരിക്കും. ഓരോ ഷോട്ടിനും സജഷൻസ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാത്തിലും സിഗ്നേച്ചർ മാനറിസംസ് കണ്ടിട്ടുണ്ട്. ആ ക്യാരക്ടറിന്റെ മാനറിസംസ് അത് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ക്യാരക്ടറിന് നമ്മൾ ഇഫ് യു റീഡ് ഇറ്റ് വെൽ ആൻഡ് ഇഫ് യു ഇംബൈബ് ഇറ്റ് വെൽ, ആ ക്യാരക്ടറിൻ്റെ മാനറിസംസ് അത് തന്നെ തരും. നമ്മളായിട്ട് ഒരെണ്ണം പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട. ഇങ്ങനെ അതുകൊണ്ടായിരിക്കും നമ്മൾ സജഷൻസ് പറയുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ തൊപ്പി ഊതുന്നൊരു സാധനവും കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഡയറക്ടറിനോട് പറയാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമ്പോഴാണ് അതിൽ ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എക്കാലത്തെയും അച്ഛൻ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. എക്കാലവും എൻ്റെ വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻസ് ടു ലിവ് ആൻഡ് ടു ക്രിയേറ്റ്. ബട്ട് ബിയോണ്ട് ദാറ്റ് എവറി വിച്ച് വേ പോസിബിൾ. ബട്ട് അതൊരു ഇൻസ്പിറേഷൻ മാത്രമാണ്. ദർ ഈസ് നോ ഇൻഫ്ലുവൻസ്. പിന്നെ മാത്രമല്ല, ഐ ആം നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് ഹി വാസ് ആൻഡ് വാട്ട് ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഐ ഡു നോട്ട് കമ്പയർ ദാറ്റ്. ഞാൻ എൻ്റെ ഫീൽഡിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു 16th ഇയറിൽ തൊട്ട് എനിക്ക് ആക്ടിങ് ഓഫേഴ്സ് കിട്ടുന്നു ബിക്കോസ് ഐ വാസ് ഹിസ് സൺ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അന്നൊന്നും എനിക്കത് ആലോചിക്കാൻ പോലും പറ്റിയിട്ടില്ല. എനിക്കൊരു നല്ല തിക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നു കന്നഡ. അപ്പോൾ അത് ഭയങ്കര ഹൈ പവേർഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പം ഞാൻ അന്ന് ആക്ടിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്ലാസ് ഇതിൻ്റെ പഴയ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലടിക്കും നന്നായിട്ട് ഇത്. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല. ജേർണലിസ്റ്റിൽ 15 years കഴിഞ്ഞു. When the right time came, I just came into films. അത്രേ ഉള്ളൂ. ഒരിക്കലും ഇല്ല. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കേരളത്തിന് പുറത്ത് പോകുന്നത്. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. അത് ആ സിനിമയുടെ ഒരു സിനിമ വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ലെന്നാണ്. അതെ. അത് ആ ഒരു ബ്രേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആഘാതമായിരുന്നു ആദ്യത്തെ. അല്ല, ആ സമയത്ത് ആ സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ എഴുതേണ്ട ഒരു സമയം ഇതല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഒരുപാട് ആക്ടിങ് ഓഫേഴ്സ് വന്നിരുന്നു ആ സമയത്ത്. ഇത് കഴിഞ്ഞിട്ട് അതിൽ ഞാനൊരു ചെറിയൊരു ക്യാമിയോ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ആക്ടിങ് ഓഫേഴ്സ് ആ സമയത്ത്. പക്ഷേ ആക്ട് ചെയ്യേണ്ട സമയമല്ല അത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഇപ്പം ഞാൻ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ തിരിച്ചു വരുമെന്ന്. ഞാൻ സിനിമയിൽ വരുന്നു. സിനിമ ഇപ്പം ചെയ്യേണ്ട സമയമല്ല. സിനിമയിൽ ഈ ഒരു അവസ്ഥയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻഡസ്ട്രിയുടെയൊക്കെ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് തോട്ട്സിന് പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇനി ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. And look where I am sitting here talking about films.